Good, Mole. Nice. Nice, nice. Very good, very good. Very good. അർച്ചന എന്തോ എന്ത് പറ്റി? ഒന്നും പറ്റില്ല. സെറ്റായിരുന്നല്ലോ അതെ, അതെ. അല്ലേ? ചോദിക്കാം. ശരത് സാർ, അർച്ചന, സർ
വണ്ടർഫുൾ സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സോങ്. Thank you. ആഹാ, അദ്ദേഹത്തിൻ്റെ ആ മെലഡി പാർട്ട് വിടുക, അത് അറേഞ്ച് ചെയ്തേക്കുന്ന അയ്യോ ഇൻ്റർലൂഡ്സ് ഒക്കെ അയ്യോ വണ്ടർഫുൾ. അത് അദ്ദേഹത്തിനെ പറ്റൂ. അയ്യോ ഇപ്പം ഞാൻ എല്ലാം പറയും, എനിക്ക് എം ജി എണ്ണം കയറി എൻ്റെ ദേഹത്ത്. അയ്യോ വേഗം ഡീറ്റെയിൽസ് പറ, മറന്നുപോയി. സിന്ധു ഭൈരവി ചിത്രം ആണോ അതെ എഴുതിയത്? വൈരമുത്തു സാർ. ശരിയാണോ? ശരിയാണോ? അതെ സർ, സംഗീതം ഇളയരാജ സർ. അതെങ്കിലും ഞാൻ ഓണായി. പറഞ്ഞു. പാടിയത് ദാസ് സർ. കറക്റ്റ് ആണോ? ശരിയാണോ? സന്തോഷം. അർച്ചന നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. എനിക്ക് തോന്നിയത് പല ഏരിയകളിലും അതൊരു കൃത്യമായിട്ട് പഠിക്കാത്തതാണോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ടുണ്ട്. അത്ര അങ്ങനെ വിടുകയാ ചെയ്യരുത്, ഒരു ഗുണമില്ല. ഒന്ന് പാടാമോ? ഓ മാലൈ മാലൈ വാങ്ങി വന്താൻ. ഗമകം. പൂമാലൈ വാങ്ങി വന്താൻ പൂക്കളില്ലയേ ആഹാ. ദിനം 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 പൂമാലൈ ദിനം ദിനം പൂ ദിനം ദിനം പൂമാലൈ. ദിനം ദിനം അടുത്ത സെവിയില്ലേ? സെവിയില്ലേ? செவியில்ல இங்கொரு இசை எதற்கு? செவியில்லை இங்கொரு இசை எதற்கு? 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 விழியில்லை இங்கொரு விளக்கெதற்கு? விழியில்லை இங்கொரு விளக்கெதற்கு? விழியில்லை இங்கொரு விளக்கெதற்கு? നാളും 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 അതൊരു മേജർ സൗണ്ടിയാണ് നമുക്ക്. നാളും നാളും അവൾ നിലവിൽ ഇവൻ അഴുത് പൂമാലൈ. ഓക്കെ. പിന്നെ ലിറിക്ക് വൈരമുത്തു സാറ് എഴുതിയത് ഇഷ്ടപ്പെട്ടില്ലേ? ചില വാക്കുകളൊക്കെ കയ്യിൽ കിണ്ണം പിടിത്തു വിട്ടാൻ. പിടുത്തമൊക്കെ ഇഷ്ടമില്ല. അത് ഇഴന്തെന്ന് പാടി. കയ്യിൽ കിണ്ണം പിടിത്തു വിട്ടാൻ ഇനിക്കിன்ற വിഷത്തുക്കുൾ വിഴുந்து വിട്ടാൻ അല്ലേ? ഇഴന്ത അത് കുഴപ്പമില്ലെന്ന് പോട്ടെ, അതിനൊക്കെ ഇപ്പൊ ജീവൻ കളയാൻ പറ്റുമോ? അതൊന്ന് പാടാമോ? കയ്യിൽ കിണ്ണം പിടിത്തു വിട്ടാൻ പിടിത്തു വിട്ടാൻ പിടിത്തു വിട്ടാൻ ഇനിക്കിன்ற விஷத்துக்குள் விழுந்து விட்டான். இனிக்கின்ற விஷத்துக்குள் விழுந்து விட்டான். விழுந்து விட்டான். விழுந்து விட்டான். ராகம் தாளம் தாளம் மறந்து விட்டான். ரசிகரின் கடிதத்தை கிழித்து விட்டான். கிழித்து 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 கிழி 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 கிழித்து விட்டான். கடற்கரை எங்கும் மணல் வெளியில் கடற்கரை எங்கும் மணல் வெளியில் கடற்கரை எங்கும் மணல் வெளியில் மணல் வெளியில் கடற்கரை எங்கும் மணல் வெளியில் மணல் வெளியில் காதலி காலடி തേടിനാൻ. അത് നന്നായിട്ട് നൈസ്. അത് കുറച്ച് ശക്തിക്ക് പാടിക്കോ. കാതലി കാലടി തേടിനാൻ. കാതലി കാലടി തേടിനാൻ. അത് കുറച്ചുകൂടെ ആ ഒരു ഗുമ്പരട്ടെ. കാരണം കച്ചേരിക്കിരുന്ന് പാടുകാടാ. അപ്പൊ അതൊന്നും മനസ്സിൽ വെച്ചോ. ഈ സീന ഇതൊക്കെ കണ്ടതാണോ? അടി തരുമെങ്കിൽ മോഹനം പാടും. മോഹനം പാടും വേളയിലും 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 സിന്ധുവിൽ രാഗം പാടിനാൻ. സിന്ധുവിൽ രാഗം പാടിനാൻ. വിധിയനും 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 ബോധയിനാൽ അത് നോട്ട് കാണിച്ചോ വൃത്തിയായിട്ട്.
புகழிழந்தான் പുകഴിഴന്താൻ മേടയിൽ കുഴപ്പമില്ലടാ. നന്നായിട്ടാ പാടിയത്. അതിന് കുറച്ച് ബലം വേണമെന്നാ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ആലാപൊന്ന് പാടിയാലോ? ഇസയ്ക്കൊരു കുയിലെன்று. சூடவும் தோளில்லை சூடவும் தோளில்லை ஆளில்லை சൂടവും. ഓക്കേടാ, പാടിയത് ഓക്കെയാ. ലിറിക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്, അതാ ചോദിച്ചതാ. സൂടവും തോളില്ലേ ആളില്ലേ ഇവൻ അன்று പൂമാലൈ വാങ്ങി വന്നാൻ അല്ലേ? അതിന് പകരം പാടി അവൻ ഇன்று എന്നാ പാടിയേക്കുന്നത്. അത്രയ്ക്ക് വിരോധമാണോ വൈരമുത്തു സാറിനെ? കുഴപ്പമില്ല. சூடவும் தோளில்லை ஆளில்லை அவன் இவன் அன்று പൂമാലൈ വാങ്ങി വന്നാൻ. അത് ഒരു ഉഗ്രം പാട്ടല്ലേ? നന്നായിട്ട് പാടി കേട്ടോ. ഞാനിത് പറഞ്ഞ അതിൻ്റെ ഒരു ഭാവം, റിയലായിട്ടുള്ള ഭാവവും കൂടി ഉൾക്കൊണ്ട് പാടുമ്പോൾ അത് വേറൊരു വൈബാണ്. നല്ല മനോഹരമായിട്ടുള്ള സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി. ഇതൊരു ഇച്ചിരി ഒരു ഐറ്റം ഇന്ന് ചൂടാവാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ടതാണ്. താങ്ക് യു. താങ്ക് യു സർ. MG സർ. അർച്ചന, സർ, ഇതൊരു ഐക്കോണിക് സോങ് ആണ്. അർച്ചന നന്നായിട്ട് പാടി കേട്ടോ, രസമായിട്ട് പാടിയേ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എനിക്കും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ശരത്ത് പറഞ്ഞു. കാരണം അത് കൃത്യമാണ് പറഞ്ഞതെല്ലാം. കാരണം ഇതിനകത്ത് വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അർച്ചന എല്ലാം പാടുന്നുണ്ടെങ്കിലും ഇതിനകത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും വരുന്ന ഈ ടൈപ്പ് ഓഫ് ഗമകംസ്, ആ ഗമകം ആ രാഗത്തിൽ നല്ല കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ രാഗഭാവം ഉൾക്കൊള്ളണം. ആ രാഗഭാവം വരികളിൽ ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഉപ്പും കൂടെ ചേർത്തൊന്ന് ക്ലിയറായിട്ട് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. ഇനി എനിക്ക് ഇതിന് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അർച്ചന പാടി വന്നപ്പോൾ ലാസ്റ്റ് പോർഷൻ വന്നപ്പോൾ കുറച്ച് ക്ഷീണിച്ചു, ഒരു ക്ഷീണം ഫീൽ ചെയ്തു ആ ചരണത്തിൻ്റെ എൻഡ് വന്നപ്പോഴത്തേക്ക്. ബാക്കി നത്തിങ് മോർ ടു സേ. കാരണം ഇതുപോലത്തെ ഈ ഇപ്പം പൂമാലയെ വാങ്ങി വന്നേൻ ഇതെല്ലാം ഓരോ വരിയായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പാടി കേൾപ്പിച്ചതെന്നും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. പക്ഷെ ഇതാണ് ഇതിൻ്റെ എന്താണ് പ്രാണൻ അല്ലെങ്കിൽ ജീവവായു എന്ന് പറയുന്ന ഈ ഗമകവും രാഗഭാവങ്ങളും ചില പിടുത്തങ്ങൾ. ആ സ്വരാക്ഷരങ്ങളും ബാക്കി എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ മനോഹരമാവും. അപ്പോൾ നന്നായിട്ട് പാടി. എങ്കിലും ഇത് ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ, കാരണം ഇപ്പോൾ ഇത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടാ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പാട്ട് എന്ന് പറയരുത്. ഇത് ഈ പറഞ്ഞു തന്ന എല്ലാം ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കി വീണ്ടും എവിടെയെങ്കിലും ഓരോ വേദികളിൽ പാടിക്കഴിഞ്ഞാൽ ക്ലാപ്സ് വന്നിടും. ഇപ്പോഴും ഇருக்கு നിറയെ ക്ലാപ്സ് ഇருக்கு, പക്ഷെ അതുക്ക് മേലെ വന്നിടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അർച്ചന, സർ, നിങ്ങൾ ഇതിൻ്റെ ടെലികാസ്റ്റ് കാണാറുണ്ടോ? എല്ലാവരും കാണാറുണ്ടോ? ഓക്കെ, അപ്പം ഈ പറയുന്നതൊക്കെ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എവിടെയാണ് കറക്ഷൻ, എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്കത് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അത് കാണുമ്പോൾ? ഓക്കെ, ഗുഡ്. നിങ്ങളെല്ലാവരും ഇതുപോലത്തെ സിനിമാസ് കാണണം. ലൈക്ക് മ്യൂസിക് ഓറിയൻറ്റഡ് സിനിമാസ് ഉണ്ട്. അതിൽ സ്റ്റോറി ലൈൻ ഡെഫിനറ്റ്ലി, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോറി ലൈൻ മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഹിസ് ഹൈനസ് അബ്ദുള്ള, ആ സ്റ്റോറി ലൈൻ മ്യൂസിക്കായിട്ട് നമ്മളിപ്പം ഒരുപാട് പടങ്ങളുണ്ട്. വെറുതെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഒരു പാട്ട് വരും, പിന്നെ സിറ്റുവേഷൻ എത്തുമ്പോൾ ഒരു പാട്ട് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീവ് ചെയ്തിരിക്കുകയാണ്, തുന്നിയെടുത്തിരിക്കുകയാണ്. അതിനുള്ള സിറ്റുവേഷനും അതിൻ്റെ സ്റ്റോറി ലൈനും എല്ലാം മ്യൂസിക്കുമായിട്ട് തയ്പ്പിച്ച് വെച്ചതുപോലെയാണ്. അപ്പോൾ അതുപോലത്തെ സിനിമകൾ നിങ്ങൾ കാണണം കേട്ടോ. ഭയങ്കര ഇൻസ്പയറിങ് ആണ്. എന്തായാലും കാണണം, എല്ലാവരും കാണാം. പിന്നെ മോളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു, MG സാറ് പറഞ്ഞു. ഞാനിപ്പോഴും മോളുടെ വോയിസിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. ഭയങ്കര പ്ലേ ബാക്ക് ക്വാളിറ്റി ഉള്ളൊരു വോയിസാണ് അർച്ചന.
നമുക്കൊരു 100 രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസാണ്. എന്ത് ടൈപ്പ് സോങ്സും മോൾക്ക് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാട്ടിൻ്റെ ആ ഒരു ഭാവം, കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് ദാസറാണ് പാടി വച്ചേക്കണേ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സ്വിച്ച് ചിലപ്പം ഒന്ന് സ്മൂത്ത് ആവില്ല എന്നുള്ളത് മാത്രം. ബാക്കി യുവർ ഓക്കെ, ഇറ്റ്സ് നൈസ് കേട്ടോ. ആ ശബ്ദത്തിനൊന്നും പറ്റാതെ നോക്കാം, നല്ല ശബ്ദമാണ്. സർ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അർച്ചന, ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഇത്രയും കുറേ നാളത്തെ കഠിന അധ്വാനത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അർച്ചനയിൽ ഉണ്ടായിട്ടുണ്ട്. അർച്ചനയുടെ ആ ഒരു സിംഗിങ് ബ്രിഡ്ജിങ് ഒക്കെ ഒരുപാട് ഡൗട്ട് ഉള്ള ഒരാളാണ്. അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇതിൽ, അത് എനിക്ക് ഫീൽ ചെയ്യാം. അതിൻ്റെ ഒരു പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓൾവേസ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു സാധനമാണ്. അത് പാടിക്കൊണ്ടിരിക്കും തോറും പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പം മോളത് എന്തായാലും ഈ ഒരു പാട്ട് സെലക്ഷൻ സൂപ്പർബ് സെലക്ഷൻ, നന്നായിട്ട് പാടി. ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിങ്ങനെ ഫീലൊക്കെ നല്ല മനോഹരമായിരുന്നു പാടിയത്. പിന്നെ ആ ബ്രിഡ്ജിങ് ഒക്കെ ശരിയായി വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഗോഡ് ബ്ലെസ് യു ഡാ. ഇനിയും നമുക്ക് ശരിയാക്കിയെടുക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ക്യാപ്റ്റൻ, മാർക്സ് ചോദിക്കാം. യെസ് യെസ്. MG സർ. അർച്ചന സർ 9.2. ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. ശരത് സർ. അർച്ചന, നമ്മളൊരു പറഞ്ഞില്ലേ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ മാർക്ക് എണ്ണം കുറയ്ക്കുമോ? ഇവിടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം പാറുവിൻ്റെ അടുത്ത്, എങ്കിലേ ഞാൻ മാർക്ക് പറയൂ. ആ, ഞാൻ ഒരു സാധനം പാടിത്തരും, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് കണ്ടുപിടിക്കണം. കലൈവാണിയേ ഉനൈത്താനേ நினைத்தேன் நினைத்தீயை வளர்த்தேன் வர வேண்டும் தர வேண்டும் துதித்தேன் தொழுதேன் பலமுறை நினைத்தேன் அழுதேன் இசை தரும் കലൈവാണിയേ. എന്താണ് ഇതിൽ ഒരുപാട് തേനുണ്ട്. എന്താണ് ഇത്? ഒരു പാട്ടാണ്. അതെ. ഇത് മേലെയും താഴെയും ഒക്കെ പോകുന്നുണ്ട്. ശരിക്കും ഈ പാറ ലിഫ്റ്റോ? ഡോക്ടറെ കാണണം. ഇതെന്താണ് ലിഫ്റ്റോ? മേലോട്ടും താഴോട്ടും? അല്ല, ഒരു സംശയം, ഈ പാറുവിനെ എവിടുന്ന് കിട്ടി നമുക്ക്? ഇങ്ങനെ പാറു, come on. മേലേട്ടും പോകുന്നുണ്ട്, You can. താഴേട്ടും പാറുവിന് പറ്റും. പാറു, ആ, ഇതിൻ്റെ കോമ്പസിഷൻ അവരോഹണം മാത്രം വെച്ചിട്ടാണ്. എല്ലാ ഫ്രേസസും അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഷാൻ പറഞ്ഞ ലിഫ്റ്റ് ഒന്നുമല്ല, അത് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ എല്ലാ ട്രാവലും. അത് ശ്രദ്ധിച്ചാൽ മതി, മേലോട്ട് മാത്രം. മേലോട്ട് മാത്രം. താങ്ക് യു സർ. മാർക്ക് ഇനി സമയം കൊടുക്കരുത്. ഇനി വേണേ ഞാൻ പറയാം മാർക്ക്. ആ, എന്നാ അണ്ണൻ പറ. അണ്ണൻ പറഞ്ഞില്ലേ ഞാൻ പറയും. ആ, ശരത് സാറിന്റെ മാർക്ക് MG സാറാണ് പറയാൻ പോകുന്നത്. ആ, 9.2. എങ്ങനെ മനസ്സിലായി? അയ്യോ, ഓ, MG sir. അത്ഭുതം, അത്ഭുതം. അയ്യോ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മാർക്ക് ശരത്തേട്ടൻ പറയും. വേണ്ട 9.2. വേണ്ട, അത് ഹിഡൻ മാർക്കാ. ആ, നമുക്ക് അങ്ങനെ ഒളിയും മറയൊന്നുമില്ല, ഒരു കാര്യത്തിൽ ഒളിയും മറയും. Great. ഓക്കെ, സോ ടോട്ടൽ 18.4. Good, 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 good. Super.